അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ന്യൂട്രോഫിൽസിന്റെ കൗണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 50-70% വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത് ന്യൂട്രോഫിൽസ്. ഈ ന്യൂട്രോഫിൽ എവിടെയാണ്? പെരിഫറൽ ബ്ലഡിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. കാരണം ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ എന്താ? ഒരു എക്സ്റ്റേണൽ ഫാക്ടർ, എക്സ്റ്റേണൽ ഓർഗാനിസം വരുമ്പോൾ അതിനെ ഫാഗോസൈറ്റ് ചെയ്യുക, അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് പെരിഫറൽ ബ്ലഡിൽ പ്രസന്റ് ആകുമ്പോഴേ ആ ബ്ലഡിലേക്ക് ഒരു ഓർഗാനിസം ജസ്റ്റ് വരുന്ന സമയത്ത് അതിനെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്ര ആലോചിച്ചാൽ മതി. ന്യൂട്രോഫിലിന്റെ കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും ബാലൻസ്ഡ് ആണ്. അത് എങ്ങനെയാണ്? ന്യൂട്രോഫിലിന്റെ പോയസിസ് എന്ന് പറയുമ്പോൾ ആ പോയസിസ് എന്ന് പറയുന്ന ടേം നമ്മൾ ഇവിടെ കണ്ടാലും ഓർത്ത് വെക്കുക, പ്രൊഡക്ഷൻ ആണ്. എറിത്രോപോയസിസ്, ല്യൂക്കോപോയസിസ്, ന്യൂട്രോഫിലോപോയസിസ്. പോയസിസ് എന്ന് പറയുന്ന ടേം ഡിനോട്ട്സ് അതിന്റെ പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ ന്യൂട്രോഫിലോപോയസിസ് അതായത് പ്രൊഡക്ഷന്, എന്നിട്ട് അതിനെന്ത് ചെയ്യും? ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. മനസ്സിലായില്ലേ? ന്യൂട്രോഫിലിനെ പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് അതിന് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യുന്ന വെച്ചാല് സർക്കുലേഷനിൽ പോകും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ടിഷ്യൂ പൂളിലേക്കും മാർജിനേഷൻ പൂളിലേക്കും എന്ത് ചെയ്യും? തള്ളപ്പെടും. നമുക്കൊരു കൺഫ്യൂഷൻ വരും. വാട്ട് ഈസ് ടിഷ്യൂ പൂൾ ആൻഡ് മാർജിനേഷൻ? ടിഷ്യൂ പൂൾ എന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു RBCയുടെ ലൈഫ് എന്ന് പറയുന്നത് 120 days ആണ്. പക്ഷെ ന്യൂട്രോഫിലിന് അത്രയൊന്നുമില്ല. കാരണം നമ്മുടെ ബോഡിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുമായിട്ട് നമുക്കിപ്പം പ്രത്യക്ഷപരമായിട്ട് ചിലപ്പോൾ കുറെ അസുഖമൊന്നും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കുറെ ജീവികളുടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോഷർ വരുന്നുണ്ട്. അപ്പൊ ന്യൂട്രോഫിൽ ആ സമയത്തൊക്കെ ആക്ട് ചെയ്തതിനൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരു 6 to 8 hour മാത്രമാണ് സർക്കുലേഷനിൽ ഈ ന്യൂട്രോഫിൽ ഉണ്ടാവുക. സർക്കുലേഷൻ. എന്നിട്ട് ഈ 6 to 8 hour സർക്കുലേഷനിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ടിഷ്യൂലേക്ക് പോകും. ഓക്കെ, ടിഷ്യൂലുള്ള ചെറിയ ചെറിയ ഫംഗ്ഷൻ, അതായത് 6 to 8, ജസ്റ്റ് ആലോചിക്കുക, 6 to 8 hour ന്യൂട്രോഫിൽ എന്താ സർക്കുലേഷൻ ബ്ലഡിൽ എന്നിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബാറ്റിലാണ് ഈ എക്സ്റ്റേണൽ വരുന്ന പത്തോജൻസുമായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇത് ടിഷ്യൂലേക്ക് പോകും. എന്നിട്ട് അവിടെ ഒരു 4 to 6 days താമസിക്കും. 4 to 6 days, അതായത് ഒരു 6 to 8 hour ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് ക്ഷീണിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് ടിഷ്യൂവിൽ പോയിട്ട് ഒരു 4 to 6 days നിൽക്കും. അങ്ങനെയാണ് ന്യൂട്രോഫിലിന്റെ ഒരു സൈക്കിൾ. അപ്പം ഈ 6 to 8 hour കഴിഞ്ഞിട്ട് സർക്കുലേഷൻ ടിഷ്യൂലേക്ക് പോകുമല്ലോ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിഷ്യൂ പൂൾ എന്ന് പറയുന്നത്. അടുത്തത് മാർജിനേഷൻ പൂൾ. മാർജിനേഷൻ പൂൾ എന്ന് പറയുമ്പോൾ ഒരു 50% വരുന്ന ന്യൂട്രോഫിൽ ഇൻ ദ ബ്ലഡ് എന്ത് ചെയ്യും? ഇത് എൻഡോത്തീലിയൽ ലൈനിങ്ങിലേക്ക് അതർ ചെയ്തിട്ട് കിടക്കും. 50% വരുന്ന ന്യൂട്രോഫിൽ എൻഡോത്തീലിയൽ ലൈനിങ്ങിലേക്ക് അതർ ചെയ്തിട്ട് കിടക്കും. ഓക്കെ, ഇതിനാണ് മാർജിനേഷൻ ഓഫ് ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയാം. ഓക്കെ, എൻഡോത്തീലിയലിലേക്ക് അതർ ചെയ്തിട്ട്, അതർ ചെയ്യാന്ന് വെച്ചാൽ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കും 50% ന്യൂട്രോഫിൽ. അതിനാണ് മാർജിനേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂട്രോഫിലിന്റെ ഒരു ലൈഫ് സൈക്കിൾ എങ്ങനെയാ? ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ന്യൂട്രോഫിലോപോയസിസിലൂടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് സർക്കുലേഷനിലേക്ക് വരും. സർക്കുലേഷനിൽ ഒരു 6 to 8 hour വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് ടിഷ്യൂ പൂളിലേക്ക് പോകും. ടിഷ്യൂലേക്ക് പോയി 4 to 6 days അവിടെ ജീവിക്കും. അല്ലെങ്കിൽ മാർജിനേഷൻ പൂൾ നടക്കും. മാർജിനേഷൻ പൂൾ എന്ന് പറയുമ്പോൾ എൻഡോത്തീലിയൽ സെല്ലിനെ അതർ ചെയ്ത് നിൽക്കും. ഓക്കെ, ഇതാണ് ന്യൂട്രോഫിലിന്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. മാർജിനേഷൻ എന്ന് പറയുന്നത് ഈ എൻഡോത്തീലിയൽ സെല്ലിലേക്ക് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഈ എൻഡോത്തീലിയൽ സെല്ലിലേക്ക് പോയിട്ട് ഈ ന്യൂട്രോഫിലുകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. അപ്പൊ ഈ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മീഡിയേറ്റ് ചെയ്യുന്നത് സെലക്റ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ജസ്റ്റ് ആലോചിച്ച് നോക്കുക, സെലക്റ്റിൻസ് എന്ന് പറയുന്ന കോംപ്ലക്സസ് ആണ് ഈ അദറൻസിനെ മീഡിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ന്യൂട്രോഫിലിന്റെ ഒരു കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ചില സമയത്ത്, ചില കണ്ടീഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര അത്യാവശ്യമായിട്ട് വരുന്ന സമയത്ത് ഈ എൻഡോത്തീലിയൽ സെല്ലിന്റെ മുകളിൽ അതർ ചെയ്ത് കിടക്കുന്ന ന്യൂട്രോഫിലിനെ സർക്കുലേഷനിലേക്ക് റിലീസ് ചെയ്യും. അതിനാണ് നമ്മൾ ഡിമാർജിനേഷൻ എന്ന് പറയാം. ഈ എൻഡോത്തീലിയൽ സെല്ലിന്റെ മുകളിൽ പോയിട്ട് അതർ ചെയ്ത് കിടക്കുന്നതിനാണ് നമ്മൾ മാർജിനേഷൻ എന്ന് പറയുന്നത്. ചില സ്പെസിഫിക് സിറ്റുവേഷനിൽ ആ എൻഡോത്തീലിയൽ സെല്ലിന്റെ മുകളിൽ അതിനെ തിരിച്ച് ബ്ലഡിലേക്ക് സർക്കുലേഷനിലേക്ക് വിടും. അതിനെ ഡിമാർജിനേഷൻ എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ? ഇപ്പൊ ന്യൂട്രോഫില് ബ്ലഡില് ഇപ്പൊ ഒരു 100 ന്യൂട്രോഫിൽ ഉണ്ട്. 100 യൂഷ്വൽ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ 100 ഒരു 50 ജസ്റ്റ് എൻഡോത്തീലിയത്തിൽ പോയിട്ട് അതർ ചെയ്ത് കിടന്നു വിചാരിക്കും. അപ്പൊ ഇവിടെ എന്താ? മാർജിനേഷൻ നടക്കും. അപ്പൊ നമ്മുടെ ബ്ലഡിൽ ബാക്കി എത്ര ഉണ്ടാവും? ഒരു 50. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടോ. ഇത് ഇങ്ങനെ 100-50 എന്നുള്ള ചെറിയ എമൗണ്ട് ഒന്നും അല്ല നമ്മുടെ ബോഡിയിലുള്ളത്. ഒരു 50 ഉണ്ട് പേര്. പക്ഷെ നമ്മുടെ ബ്ലഡിന്റെ യൂഷ്വൽ ഫംഗ്ഷനിങ് 100 ആവശ്യം. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും ന്യൂട്രോഫിലോപോയസിസ് പ്രകാരം എന്ത് ചെയ്യും? ഒരു 50 റിലീസ് ചെയ്യും. 100 തന്നെ ആയിട്ട് വീണ്ടും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ചില സ്പെസിഫിക് കണ്ടീഷൻ വരുമ്പോൾ ഈ 50 എന്ത് ചെയ്യുന്നുണ്ട്? എൻഡോത്തീലിയൽ സെല്ലിന്റെ മാർജിന്റെ മുകളിൽ ഇങ്ങനെ അതർ ചെയ്ത് കിടക്കുന്നുണ്ടല്ലോ. ഈ 50 എന്ത് ചെയ്യും? വീണ്ടും റിലീസ് ചെയ്യും. ചില സ്പെസിഫിക് സിറ്റുവേഷൻ വരുമ്പോൾ, സ്പെസിഫിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലൈക്ക് എക്സസൈസ്. ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നോർമൽ
ഫിസിക്കൽ കണ്ടീഷന്റെ സമയത്ത് എക്സസൈസ് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബോഡിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സസീവ് ആയിട്ട് എനർജി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, ഒരു 50 എണ്ണത്തിന് കൂടെ റിലീസ് ചെയ്യും. അതായത് ഈ മാർജിന്റെ മുകളിൽ കിടക്കുന്ന 50 എണ്ണത്തിന് കൂടെ തിരിച്ച് റിലീസ് ചെയ്യും, ഡിമാർജിനേഷൻ. അപ്പൊ എന്ത് ചെയ്യും, ടോട്ടൽ 150 ആയില്ലേ. പക്ഷെ നമ്മുടെ ബ്ലഡിൽ 100 മതിയല്ലോ, പക്ഷെ ഇപ്പൊ 150 ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ന്യൂട്രോഫിലിന്റെ എമൗണ്ടിൽ ഇൻക്രീസ് കാണും. അപ്പൊ അത് ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര എക്സസൈസ് പോലുള്ള ചെറിയ അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിസിക്കൽ ഫംഗ്ഷൻസിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ടെമ്പറേച്ചർ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പണിയെടുക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻ വരുന്ന സമയത്തൊക്കെയാണ് ഇത് ഇങ്ങനെ ഉണ്ടാവും. അത് ഈസ് നോർമലാണ്. പക്ഷെ അതിനെ നമ്മൾ എന്താ പറയാ, അക്യൂട്ട് ആയിട്ട് ന്യൂട്രോഫിൽ ബ്ലഡ് കൂടുന്നു പറയാം. ഇപ്പം ന്യൂട്രോഫീലിയ, ന്യൂട്രോപീനിയ എന്നൊക്കെ പറഞ്ഞ ടേംസ്. ന്യൂട്രോഫീലിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അടുത്തതായിട്ട് പറയും, ന്യൂട്രോഫീലിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ന്യൂട്രോഫിൽസിന്റെ നമ്പർ, ന്യൂട്രോപീനിയ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ആണ്. അപ്പൊ ന്യൂട്രോഫീലിയ എന്ന് പറയുന്നത് അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പൊ അടുത്തതായിട്ട് പറയും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഭയങ്കര എക്സസൈസ്, കോൾഡ്, പെയിൻ ഒക്കെ പോലുള്ള കണ്ടീഷനിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ന്യൂട്രോഫിലിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവും. അതൊരു 1-2 ദിവസം കൊണ്ട് സബ്സൈഡ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് നോർമൽ. ന്യൂട്രോഫിൽ ഭയങ്കര ക്രോണിക് ആയിട്ട് കുറെ കാലം കൂടുതൽ സമയത്താണ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ ബോഡിയിൽ എന്തോ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കുറെ WBCകളെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് എന്താ ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ.